بسم الله الرحمن الرحيم. قل إن ربي يقذف بالحق علام الغيوب قل جاء الحق وما يبدئ الباطل وما يعيد قل إن ضللت فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1489 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ് ഖുൽ ജാഅൽ ഹഖ്ഖു വമാ യുബ്ദിഉൽ ബാതിലു വമാ യുഈദ് ഖുൽ ഇൻ ളലൽതു فإنما أضل على نفسي وإن اهتديت فبما يوحي إلي ربي إنه سميع قريب. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് സബയിന്റെ അവസാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്ന നാളത്തെ ഒരു സെഷനോട് കൂടി ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 48 മുതൽ 50 വരെയുള്ള 3 ആയത്തുകൾ, അത് 3 ആയത്തുകൾക്കും പൊതുവായൊരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. 3 ആയത്തുകളും തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം എന്ന നിലക്ക് അദ്ദേഹത്തോട് ഖുൽ പറയുക, അവരോട് പറഞ്ഞേക്കുക അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കുക എന്നൊക്കെയുള്ള നിലക്കുള്ള ഒരു നിർദ്ദേശമാണ്. 3 ആയത്തുകളുടെയും തുടക്കം അങ്ങനെയാണ്. അതിന്റെ മുമ്പുള്ള ചില ആയത്തുകളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇതുവരെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ ആ ഭാഷണത്തിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലും വരുന്നത്. എന്റെ തൊട്ട് മുമ്പുള്ള 2 ആയത്തുകൾ ശ്രദ്ധിച്ചാൽ അവിടെയും ഖുൽ ഇന്നമാ അഇലുക്കും ബിവാഹിദ, പറയുക ഞാനൊരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഉപദേശമായിട്ട് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നത്. അതിനെ തുടർന്നുള്ള ആയത്തിൽ ഖുൽ മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലക്കും. അപ്പൊ ഇതൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ പ്രബോധിതരായ മക്കയിലെ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി, അവരോട് പറയാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ഈ ആളുകളുടെ ശ്രദ്ധ പതിയേണ്ട വിധത്തിലുള്ള ചില ആർഗ്യുമെന്റ്സ്, ചില വാദങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ ഈ ആളുകളെ കേൾപ്പിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് എന്നതാണ് ഈ ആയത്തുകളുടെ പൊതുവായ താല്പര്യം എന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്റെ തൊട്ട് മുമ്പ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് അവരോടായിട്ട് ഈ ഒരു ഉപദേശം നൽകാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി സ്വബോധത്തോടു കൂടി നിങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ 1-2 പേര് കൂടി ഇരുന്നോ ഒന്ന് കാര്യമായി ഗൗരവത്തില് ഗഹനമായി ആലോചിക്കണം എന്നതാണ്.
എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഭ്രാന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് ഏതോ വിധത്തിലുള്ള ചിത്തഭ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നതാണ് അവിടെ അവരോടായിട്ട് പറയാൻ ആവശ്യപ്പെട്ട കാര്യം. ഒരിക്കലും തന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്ത, എന്തെങ്കിലും വിധത്തിലുള്ള ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങളുള്ള ആരെങ്കിലും പറയാൻ സാധ്യതയുള്ള വിധത്തില് ഉള്ള കാര്യങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിനെ കുറിച്ചായാലും പാരത്രിക ജീവിതത്തെ കുറിച്ചായാലും പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ളതായാലും ഇതൊന്നും തന്നെ വളരെ ബുദ്ധിപൂർവകവും ഗഹനവും അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പരസ്പര സംഘർഷം ത്തിന്റെ യാതൊരു കണിക പോലും ഇല്ലാത്ത ഏറ്റവും സമഗ്രവും എല്ലാ ആശയങ്ങളും വളരെ വ്യക്തമായി തന്നെ വളരെ ഹാർമോണിയസ് ആയിട്ട് കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ആശയ സാകല്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ ഭ്രാന്തുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിഭ്രംശമുള്ള ആളുകൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതൊന്നും. വളരെ ഗഹനമായ, വളരെ ബുദ്ധിപരമായ, വളരെ യുക്തിഭദ്രമായ കാര്യങ്ങളാണ്. അപ്പോ അതിനെക്കുറിച്ചൊരല്പം നിങ്ങൾ ആലോചിക്കാൻ സന്നദ്ധരാവുകയാണെങ്കിൽ, ബാക്കിയെല്ലാം ഒന്ന് മാറ്റിവെച്ച് മനസ്സിനെ സ്വതന്ത്രമാക്കി അതുപോലെ ഇൻഫ്ലുവൻസസ് എന്നൊക്കെ ഒന്ന് മാറി നിന്ന് സ്വച്ഛമായ അവസ്ഥയിലൊന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ പേര് ചേർന്നിട്ടോ അല്ലെങ്കിൽ തനിച്ചിരുന്നോ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിന്റെ വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരല്പം സമയം അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഒരു ഭ്രാന്തൻ ചെയ്യുന്ന കാര്യമായിട്ട് ഒരു കാരണവശാലും ആർക്കും പറയാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ വല്ല വ്യക്തിപരമായ താല്പര്യവും ഉണ്ടോ എന്നതാണ്. വല്ല പ്രതിഫലം അല്ലെങ്കിൽ ഭൗതികമായ നേട്ടം ഈ ആളുകളൊക്കെ തന്റെ കൂടെ കൂട്ടിയത് കൊണ്ട് എന്തെങ്കിലും സാക്ഷാത്കരിക്കപ്പെടാനുള്ള വല്ല സ്വപ്നവും അങ്ങനെ വല്ലതും അദ്ദേഹത്തിന് സ്വകാര്യമായി ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വല്ല താല്പര്യവും അതിലുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടതായിട്ട് ഉള്ളത്. അക്കാര്യത്തിലും ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് നമ്മൾ കണ്ടു. മിൻ അജ്ർ, നിങ്ങളുടെ അടുക്കൽ നിന്ന് ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഈ ഒരു സേവനം നിർവഹിക്കുന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പ്രതിഫലവും എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമില്ല. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകുന്നത്. എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പ്രതിഫലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മ മാത്രമാണ്. നിങ്ങളിൽ നന്മയുണ്ടായി കാണുക എന്നതിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. നിങ്ങൾ സത്യത്തിന്റെ ആളുകളായി മാറുക എന്നത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അതല്ലാത്ത യാതൊരു പ്രതിഫലവും എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സേവനത്തിന് വേണ്ടതില്ല. എനിക്കുള്ള പ്രതിഫലം അതിന്റെ തികവാർന്ന വിധത്തില് എന്റെ റബ്ബ് എനിക്ക് തരും എന്ന് പറയാനും കൂടി പറയുന്നത് നമ്മൾ തൊട്ടുമുകളിൽ ആയത്തിൽ കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ വരുന്നത്. ഇവിടെ ഈ ആയത്തുകൾ നോക്കാം. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ആ സത്യജ്ഞാനം, ജനങ്ങളോടിപ്പോ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സംഗതി, അതിന്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറ എന്താണ്, അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. മനസ്സിന്റെ തോന്നലുകളുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഭാവനയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യുന്നത്. മറിച്ച് അവരോട് ഇങ്ങനെ പറയുക എന്നാണ് ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഖുൽ, പ്രവാചകരെ അവരോടായിട്ട് ഇങ്ങനെ പറയുക, ഇന്ന റബ്ബി, നിശ്ചയമായിട്ടും എന്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖ്ഖി,
സത്യം അവൻ വിക്ഷേപിക്കുന്നു, സത്യം എത്തിച്ചു തരുന്നു, അല്ലെങ്കിൽ സത്യം ഇട്ടു തരുന്നു എന്നൊക്കെ പറയാം. യഖ്ദിഫു, ഖദഫ എന്നതിന്റെ വേറൊരു ഫോമാണ് യഖ്ദിഫു. അതിന്റെ മുലാരിയ എന്ന് പറയാം അറബിക്ക്. അപ്പൊ എന്റെ നാഥൻ എനിക്ക് സത്യം എത്തിച്ചു തരുന്നു, അല്ലെങ്കിൽ സത്യം എന്നിൽ വിക്ഷേപിക്കുന്നു. ഖദഫ എന്നതിന് ലിറ്ററലായിട്ട് അതിന്റെ മീനിങ് എറിയുക, ഇട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂളോ ആയുധമോ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഗതി അങ്ങ് അടിച്ച് ഏൽപ്പിക്കുക എന്നൊക്കെയുള്ള വിധത്തിലുള്ള അർത്ഥങ്ങൾ ആണ് അതിനുള്ളത്. ഖദഫ ഇതിന്നാണ് ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം, സ്കാൻഡൽ തുടങ്ങിയിട്ടുള്ള അർത്ഥങ്ങളിൽ ഈ വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ചില ദുരാരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനെ പരാമർശിക്കാൻ വിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് ഖദഫ് എന്നാണ്. ഖദഫ്, അത് ഈ ഖദഫ യഖ്ദിഫു എന്ന് പറയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കിന്റെ വേറൊരു ഉപയോഗമാണ്. ആക്ഷേപം അല്ലെങ്കിൽ അപവാദ പ്രചാരണം എന്നൊക്കെയുള്ള അർത്ഥം ആ കോണ്ടെക്സ്റ്റിൽ ആ വാക്കിനുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അത് ഇട്ടു തരിക, എറിഞ്ഞു തരിക എന്നൊക്കെയുള്ള അർത്ഥവും അതിനുണ്ട്. ഇവിടെ നമുക്കതിനെ ഈ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എറിഞ്ഞ് കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥം, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുക എന്നുള്ള അർത്ഥം എന്നതിനേക്കാൾ അതിന് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുക എത്തിച്ചു കൊടുക്കുക, വിക്ഷേപിക്കുക, അല്ലെങ്കിൽ അനുഭവപ്പെടുത്തുക എന്നതൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്, നിശ്ചയമായിട്ടും എന്റെ നാഥൻ സത്യം എന്നിലേക്കായിട്ട് വിക്ഷേപിക്കുന്നു. സത്യത്തിന്റെ സ്രോതസ് അള്ളാഹുവാണ്. അവനിൽ നിന്നാണ് എനിക്ക് സത്യം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ളത്. അത് എൻ്റെ ഒരു സൃഷ്ടിയല്ല, ഞാന് സ്വന്തമായിട്ട് മെനഞ്ഞുണ്ടാക്കി നിങ്ങളെ കേൾപ്പിക്കുന്ന ഒരു സംഗതിയല്ല. അത് എന്നിലേക്ക് വിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ബാഹ്യമായിട്ട് തന്നെ അള്ളാഹു എന്നിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹഖ് എന്ന് പറയുന്നത്. അപ്പോ അല്ലാമുൽ ഗുയൂബാണ് അവൻ. അല്ലാമുൽ ഗുയൂബായ, അല്ലാം എന്ന് പറഞ്ഞാൽ അതിമഹത്തരമായ ജ്ഞാനമുള്ളവൻ എന്നാണ് അർത്ഥം. ആലിം എന്ന് പറഞ്ഞാൽ തന്നെ അറബിയിൽ പണ്ഡിതൻ, അറിവുള്ളവൻ, എല്ലാം അറിയുന്നവൻ എന്നൊക്കെയാണ്. അലീം അതിന്റെ വേറൊരു രൂപമാണ്. ഇവിടെ അല്ലാം എന്ന ഇസ്മു തഫ്ലീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇസ്മു തഫ്ലീലും അല്ല, അതിന്റെ വേറെ അതിനേക്കാൾ ഇന്റൻസിറ്റി കാണിക്കുന്ന, അതിന്റെ ആധിക്യം കാണിക്കുന്ന ഒരു പ്രയോഗം. അപ്പോ അത് അക്ബർ എന്ന രൂപത്തിലാവുമ്പോഴാണ് ഇസ്മു തഫ്ലീൽ എന്ന് പറയാറുള്ളത്. ഇത് അതിനേക്കാളും ഒരു പടി മുന്നിലുള്ള, അതിന്റെ ഒരു പ്രൊഫഷണൽ ലെവലിൽ കാര്യങ്ങൾ അറിയുന്ന, എല്ലാം സമഗ്രമായി അന്യൂനമായി അറിയുന്ന, ആ കാര്യത്തിൽ ഏറ്റവും തികവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഈ ബസിന് അറബി ഭാഷയിൽ വരാറുള്ളത്. നമുക്ക് ഈ സവ്വാഖ് എന്നൊക്കെയുള്ള പദങ്ങൾ പരിചയമുള്ളതാണല്ലോ. അപ്പൊ കാർ ഓടിക്കുന്ന അല്ലെ വാഹനം ഓടിക്കുന്ന ഒരാള് സായിഖ് എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷെ അതിന്റെ അത് തന്നെ ഒരു ഏർപ്പാടായിട്ട്, അതിന്റെ വലിയ ചാമ്പ്യനായിട്ട്, അതോറിറ്റി ആയിട്ട് ഒരാള് ചെയ്യുമ്പോൾ അതിന് സവ്വാഖ് എന്ന പദം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഹല്ലാഖ്. ഓരോരുത്തർ താടിയും മീശയൊക്കെ പഠിക്കുന്ന ഒരാള് സ്വന്തം താടിയും മീശയും പഠിക്കുന്ന ആളെ ഹല്ലാഖ് എന്ന് പറയാറില്ല. പക്ഷെ താടിയും മീശയും പഠിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ആ സേവനം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു തൊഴിലായിട്ട്, ഒരു പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ഒരാളാവുമ്പോൾ അയാളെ ഹല്ലാഖ് എന്ന് പറയും. മറ്റേത് ഹാലിഖ് എന്നേ പറയുള്ളൂ. അതേപോലെയുള്ള ഒരു ഭാഷാപരമായ ഒരു പ്രയോഗമാണിത്. അല്ലാമുൽ ഗുയൂബ്, ഗൈബിന്റെ, അദൃശ്യമായതിന്റെ, മറഞ്ഞു കിടക്കുന്നതിന്റെ സകല തലങ്ങളും ഏറ്റവും സമ്പൂർണമായ വിധത്തിൽ അറിയുന്നവനാണ് അള്ളാഹു. അവനാണ് എൻ്റെ റബ്ബ്. അപ്പോ മനുഷ്യന്റെ മറഞ്ഞതും തെളിഞ്ഞതുമായ കാര്യങ്ങൾ ഉൾപ്പെടെ സകല രഹസ്യങ്ങളും ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണ് എനിക്ക് സത്യം വിക്ഷേപിച്ച് തന്നിട്ടുള്ളത്. ഇവിടെ ഈ പ്രയോഗത്തിന്റെ
ഒരു പ്രത്യേകത കാരണമായിട്ട് ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് എന്നാണുള്ളത്. ഇന്ന റബ്ബി യഖ്ദിഫുൽ ഹഖ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം വിക്ഷേപിച്ചു തരുന്നു എന്നർത്ഥം മതിയാകും, അത് കിട്ടും. പക്ഷെ ഇവിടെ യഖ്ദിഫു ബിൽ ഹഖ് എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു വായനയും സാധ്യമാണ് എന്ന നിലക്ക് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അത് ബി ചേർത്ത് വരുന്നത് ഒരു ടൂളായിട്ട് ഒരു സംഗതിയെ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോ കതബ ബിൽ ഖലം, അയാൾ പേന കൊണ്ട് എഴുതി എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിന് കിട്ടുക. അതേപോലെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. എന്റെ റബ്ബ്, ഈ ഖദഫ എന്ന് പറഞ്ഞാൽ പ്രഹരിക്കുക, എറിയ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടല്ലോ ലിറ്ററൽ ആയിട്ട്. അപ്പോ എന്റെ റബ്ബ് സത്യം കൊണ്ട് പ്രഹരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥവും ഇതിന് കാണാൻ കഴിയും. സത്യം കൊണ്ട് അസത്യത്തെ, മിഥ്യയെ എന്റെ നാഥൻ പ്രഹരിക്കുന്നു എന്നാണ് ഒരു വായന. അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്തായാലും എന്റെ റബ്ബാണ് എനിക്ക് സത്യം എന്നില് വിക്ഷേപിച്ചിട്ട് തന്നിട്ടുള്ളത്. അവൻ ആ സത്യം എന്നില് വിക്ഷേപിച്ചുകൊണ്ട് മിഥ്യയെ, ബാത്തിലിനെ പ്രഹരിക്കുകയാണ് എന്നൊരർത്ഥ സൂചനയും കൂടി അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരും. അപ്പോ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, ഇത് എന്റെ സ്വന്തം ഭാവനാ സൃഷ്ടിയായ ഒരു സംഗതിയല്ല. തീർച്ചയായിട്ടും ഇത് എന്നിൽ വിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ്. എനിക്ക് എത്തിച്ച് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഈ ഹഖ്. ആരിൽ നിന്നാണ് വന്നിട്ടുള്ളത്? അൽ അല്ലാമുൽ ഗുയൂബ്, സകല അദൃശ്യതയുടെയും സകല വിധത്തിലുള്ള നിഗൂഢതകളുടെയും രഹസ്യങ്ങളുടെയും ഉള്ളും പുറവും വളരെ പൂർണ്ണതയോടുകൂടി അറിയുന്നവനായ അല്ലാമുൽ ഗുയൂബായ അള്ളാഹുവാണ് എനിക്ക് ഈ സത്യം പകർന്നു തന്നിട്ടുള്ളത്. ആ അള്ളാഹു പകർന്നു തന്നിട്ടുള്ള ഈ സത്യം കൊണ്ടാണ് ബാത്തിൽ പ്രഹരിക്കപ്പെടുന്നത് എന്നുകൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം. അപ്പോ ജനങ്ങളോടായിട്ട് പറയാൻ വേണ്ടി പറയുന്നത്, ഇത് എന്റെ ഒരു ആവിഷ്കാരമല്ല, എന്റെ സർഗാത്മകമായ ഒരു രചനയല്ല. ഞാന് എന്റെ പ്രയത്നം കൊണ്ടോ എന്റെ ദൈക്ഷണികത കൊണ്ടോ എന്റെ ഭാവന കൊണ്ടോ ഒന്നും രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംഗതിയല്ല. മറിച്ച് എന്നിലേക്ക് എന്റെ അല്ലാമുൽ ഗുയൂബായ റബ്ബ് എന്നിലേക്ക് വിക്ഷേപിച്ച് തന്നിട്ടുള്ള സംഗതിയാണ് ഈ സത്യം. അതുകൊണ്ട് വീണ്ടും പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന ഖുൽ, ഇതും പറയുക. എന്താണ് പറയുന്നത്? ജാ അൽ ഹഖു, സത്യം സമാഗതമായിരിക്കുന്നു, സത്യം വന്നിരിക്കുന്നു. വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്, ഇനി ബാത്തിലിന്, അസത്യത്തിന്, മിഥ്യക്ക് ഒരു നിലനിൽപ്പുമില്ല. മിഥ്യക്ക് ഒരു തുടക്കമോ അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യാൻ മിഥ്യക്ക് ഒരു സ്പേസ് ഇല്ല. സത്യം ഇവിടെ സ്ഥാപിതമായി വന്നു കഴിഞ്ഞു. സത്യമില്ലാത്ത, അറിയാത്ത അന്ധകാരത്തിന്റെ ഒരു യുഗമല്ല ഇനി അങ്ങോട്ടുള്ളത്. സത്യത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് മിഥ്യക്ക് കുറെ കളികൾ കളിക്കാൻ കഴിയും എന്നതല്ലാതെ മിഥ്യ അടക്കി വാഴുന്ന ഒരു ലോകമായിരിക്കില്ല ഇനി ഉണ്ടാവുക. കാരണം പൂർണ്ണതയുള്ള ഹഖ് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് അള്ളാഹു അത് വിക്ഷേപിച്ചു കഴിഞ്ഞു. അത് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിതമായി. ഇനി ജാ അൽ ഹഖു, സത്യം സമാഗതമായിരിക്കുന്നു. വമാ യുബ്ദിഉൽ ബാത്തിലു, ഇനി ബാത്തിലിന്, അസത്യത്തിന്, മിഥ്യക്ക് ഒരു തുടക്കം ഉണ്ടാക്കാൻ, വമാ യുഈദു, അതുപോലെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഒന്നും അവസരമില്ല. മിഥ്യയുടെ ആ അടക്കി വാഴലിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മിഥ്യയാണ് വലിയ മേധാവിത്വം നേടിയിട്ട് സകല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. നിയമനിർമ്മാതാക്കള് തോന്നിയ പോലെ നിയമം ഉണ്ടാക്കിയിട്ട് അത് നടപ്പിലാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതായ നിയമങ്ങളായി പടച്ച തമ്പുരാൻ അവസാനത്തെ പ്രവാചകൻ മുഖേന പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ
പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ദൈവവിരുദ്ധമായ വിധത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നമ്മളുടെ സംവിധാനത്തിൽ. എന്നിട്ട് അതിന്റെ ദുരന്തം നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ ബാത്തിലിന്റെ വളരെ പൂർണ്ണമായ ഒരു അടക്കിവാഴല് ലോകത്ത് ആർക്കും എവിടെയും ചെയ്യാൻ കഴിയുന്നില്ല. എപ്പോഴും അവിടെ ഒരു സംഘർഷം ഉടലെടുക്കുന്നുണ്ട്. മിഥ്യ അടക്കി വാഴുന്ന സത്യത്തിന് അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സമഗ്രമായ സമ്പൂർണമായ നിയന്ത്രണം മിഥ്യക്ക് ലഭിക്കുന്ന, അസത്യത്തിന് ലഭിക്കുന്ന ഒരു ചിത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അതിപ്പോ ഈ അബദ്ധസഞ്ചാരങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴായാലും, അങ്ങനെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടല്ലോ. സ്ത്രീ പുരുഷ ബന്ധങ്ങള് സകല അസാൻമാർഗികതയും ഉള്ള വിധത്തിലായി മാറുകയും അതിന് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊന്നും വേണ്ടതില്ല എന്ന നിലക്ക് ആയി മാറിയിട്ടുള്ള ഒരവസ്ഥ പല ജീവിത രംഗങ്ങളിലുണ്ടല്ലോ. അതിന്റെ ചില ദുരനുഭവങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ല വേറെ ഏതെങ്കിലും വിഷയത്തിലാണെങ്കിലും, ഓണം ആഘോഷത്തിന്റെ പേരിൽ വലിയ വിവാദം നമ്മുടെ നാട്ടില് സമീപകാലത്ത് കൊഴുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇതിലൊക്കെ തന്നെ ഏകപക്ഷീയമായ ഒരു അടക്കി വാഴല് മിഥ്യക്ക്, ബാത്തിലിന് സാധിക്കുന്നില്ലല്ലോ. അവിടെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വെളിപ്പെട്ട് വരുന്നത് സത്യം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു വരുന്നത്. അവിടെ അടക്കി വാഴുന്ന വിധത്തിൽ മിഥ്യ കൈയടക്കുന്നത് അത് സമ്പൂർണമാണ്, ഇനി ആർക്കും ഒന്നും പറയാൻ അവസരം ഉണ്ടാവില്ല എന്ന വിധത്തിലല്ല. മറിച്ച് സംഘർഷങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ ഉണ്ടെങ്കിലും ഹക്ക് കണ്ടെത്തണം, അത് പിൻപറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടുന്ന വിധത്തിൽ ഹക്കിന്റെ സാന്നിധ്യം നമുക്ക് പലയിടത്തായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയോഗിച്ചയക്കപ്പെട്ടത് മുതല് ലോകത്ത് ഉണ്ടായ വളരെ പ്രകടമായ ഒരു മാറ്റാണ്. അതുവരെ ദീർഘമായൊരു കാലം, പ്രത്യേകിച്ച് അറേബ്യയിൽ ഇരുട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തില്, അന്ധകാരം യാതൊരു വിധത്തിൽ പ്രതിഷേധവും ഇല്ലാത്ത വിധത്തിൽ അടക്കി വാഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജാഹിലിയത്തിനാണ് പൂർണ്ണമായിട്ട് എല്ലാറ്റിന്റെ മേലും നിയന്ത്രണം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ മാറ്റം വന്നു. എന്നിട്ട് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം, പറയുക പ്രവാചകരെ, ജാ അൽ ഹഖു, സത്യം ഇവിടെ അവതരിച്ചു കഴിഞ്ഞു, അത് സമാഗതമായി. ഇവിടെ മനുഷ്യരുടെ മുന്നില് സത്യം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, സത്യം ഇവിടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. വമാ യുബ്ദി ഉൽ ബാത്തിലു, ഈ ബദ എന്ന് പറഞ്ഞാല് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സംഗതി തുടങ്ങുന്നതിനാണ് പറയാ ബദ. ബിദായ എന്ന് പറയുന്ന അങ്ങനെ ദ ഏർലിയസ്റ്റ് ബിഗിനിങ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു കാര്യം. അപ്പൊ ഇനി ബാത്തിലിന്, മിഥ്യക്ക് വളരെ പൂർണ്ണമായ വിധത്തിലൊരു തുടക്കം ഉണ്ടാവുക, എന്നിട്ട് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നൊരു സംഗതി സാധ്യമല്ല. മിഥ്യ എവിടെയൊക്കെ തലപൊക്കുന്നുണ്ടോ അവിടെ അതിന് സമാന്തരമായിട്ട് ഹക്കും സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇനിയുള്ള ഒരു സാഹചര്യം വരാൻ പോകുന്നത്. ഇതാണ് ഇവിടെ പറയുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ മിഥ്യ പൂർണ്ണമായി അടക്കി വാഴുന്ന ഒരു കാലം എന്ന ഒരു സംഗതി സാധ്യമല്ല. ഹക്ക് വന്നു കഴിഞ്ഞു, ഹക്ക് സത്യം സമാഗതമായി. ഇനി മിഥ്യക്ക് തലപൊക്കാനും ഇവിടെ നിറഞ്ഞ ആടാനും, വേറെ ഒരു സാധ്യതയില്ലാത്ത വിധത്തിൽ നിറഞ്ഞാടാനും സാധ്യമല്ല. സത്യം നിരന്തരമായി മിഥ്യ തലപൊക്കുന്നിടത്തൊക്കെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കും. അത് സത്യം തേടുന്ന മനസ്സുള്ള ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തില് സത്യം എന്താണ് എന്ന് അന്വേഷിച്ച് നടന്നാൽ കിട്ടുന്ന ഒരു സാധ്യത അവിടെ സംജാതമായി കഴിഞ്ഞു. ഇവിടെ ഖുർആന്റെ അവതരണത്തോടു കൂടി ലോകത്ത് അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഖുൽ ജാ അൽ ഹഖു, പറയുക സത്യം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്, ഇനി ബാത്തിലിന്, മിഥ്യക്ക്
അരങ്ങ് തകർക്കാൻ ഒരു അവസരവും ഇല്ല. ഇതാണ് പറയുന്ന കാര്യം. മിഥ്യക്ക് ഒരു തുടക്കം ഇടാനും എന്നിട്ട് പിന്നെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കാനും ഒന്നും സാധിക്കില്ല എന്നതാണ് അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ഭാഷാ തലത്തിലുള്ള അർത്ഥം. അപ്പൊ മിഥ്യക്ക് പൂർണ്ണമായി കാര്യങ്ങളുടെ മേൽ നിയന്ത്രണമുള്ള ഒരു അടക്കി വാഴൽ ഇനി അങ്ങോട്ട് സാധ്യമല്ല. അത് ഒരു മിഥ്യയുടെ ഒരു പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ബാത്തിലിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭരണാധികാരിയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരാളുടെയോ ഒക്കെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വീണ്ടും മിഥ്യ എന്ന അങ്ങനെ ഒരു വെളിച്ചം കിടക്കാത്ത വിധത്തിലുള്ള ഒരു ഇരുട്ടറയായി ലോകം മാറുന്ന ഒരവസ്ഥ ഇനി സാധ്യമല്ല. ജാ അൽ ഹഖു, സത്യം വന്നു സമാഗതമായി. ഇരുട്ടിന്, അന്ധകാരത്തിന്, മിഥ്യക്ക് അത് മിഥ്യ തലപൊക്കുന്നിടത്തൊക്കെ തന്നെ സത്യം സമാന്തരമായിട്ട് സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തില് സത്യം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തൊട്ട് മുമ്പ് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ. എന്നിലേക്ക് എന്റെ റബ്ബ്, അല്ലാമുൽ ഗയൂബായ എന്റെ റബ്ബ് എന്നിലേക്ക് സത്യം വിക്ഷേപിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ സത്യം വിക്ഷേപിച്ചു തരികയാണ്. ഇതാണല്ലോ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ അത് കാരണമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് ഈ സത്യം അള്ളാഹു വിക്ഷേപിച്ച കാരണമായിട്ട് പിന്നെ ബാത്തിലിന് ഇനി അടക്കി വാഴുക എന്ന ഒരു സാധ്യമല്ല. മറിച്ച് ബാത്തിൽ തലപൊക്കുന്നിടത്ത്, ബാത്തിൽ പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് സത്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മള് കേരളത്തില് ഞാൻ നിരീക്ഷിച്ച ഒരു സംഗതി, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഓണാഘോഷം എന്ന പേരിൽ മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസപരമായ അടിത്തറകളെ മുഴുവൻ കാറ്റിൽ പറത്തുന്ന വിധത്തില് ഈ സമൂഹത്തിന്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അതിഭീകരമായ താണ്ഡവത്തിന്റെ ഭാഗമായിട്ട് ഒരു വിശ്വാസപരമായ ശരിതെറ്റുകൾ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം പോലും ഇല്ലാതെ ഈ ആഘോഷങ്ങളുടെ ആളുകളായിട്ട് മാറുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങൾ എന്നതും കാണാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഏതെങ്കിലും സമൂഹങ്ങളുടെ ആചാരങ്ങളോടോ അല്ലെങ്കിൽ ആഘോഷങ്ങളോടോ എതിർപ്പൊന്നും ഉണ്ടായിട്ടൊന്നും പറയുന്നതല്ല. ഇസ്ലാമിന് അതിന്റെ സമ്പൂർണത ഉള്ള ഒരു സമഗ്രമായ ജീവിത ദർശനമുണ്ട്. ആ ജീവിത ദർശനത്തിനോട് സംഘർഷപ്പെടുന്ന യാതൊന്നും ഇസ്ലാം ഇതര സമൂഹങ്ങളിൽ നിന്നോ സംസ്കാരങ്ങളിൽ നിന്നോ സ്വീകരിക്കില്ല. മുസ്ലിം സമൂഹത്തില് വിശുദ്ധ ഖുർആൻ വേണ്ട വിധത്തിൽ അറിയാത്ത, അതുപോലെ പല സംഘടിത സമൂഹങ്ങൾ കാരണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാരണങ്ങളാലൊക്കെ പല വിധത്തിലുള്ള ഡീവിയേഷനും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പക്ഷേ വളരെ തോട്ട്ലെസ് ആയിട്ട് ഒരു ആലോചനയും ഇല്ലാത്ത വിധത്തിൽ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു മെസ്സേജ് ഒരു സ്കൂൾ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോകുന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഒരു ഇടപെടലാണത്. സമൂഹം വലിയ വിധത്തിലുള്ള ഡീവിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും അതിന് ഒത്താശ നൽകുന്നവരായിട്ട് സംഘടനകളും നേതാക്കന്മാരും ഒക്കെ ആയി മാറുകയും അതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ഭീരുത്വവും അടിമത്വവും കാരണമായിട്ട് ഹക്ക് പറയാൻ മടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോ അത് ഇവിടെ സാന്നിധ്യം അറിയിക്കുക എന്ന നിലക്ക് അള്ളാന്റെ ഒരു ഇടപെടലിലൂടെ അതിവിടെ അറിയിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിവാദമായി, ചർച്ചയായി, തർക്കമായി. അപ്പൊ ആളുകള് ഹക്ക് തേടുന്ന ആളുകള് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ചോദിച്ചറിയുമല്ലോ, വായിച്ചും പഠിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് യോജിച്ചതാണ് അല്ലെങ്കിൽ യോജിച്ചതല്ല, എന്ത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ അതിനോട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ ഹക്കിനോട് പ്രതിബദ്ധതയുള്ള ആളുകളൊക്കെ സന്നദ്ധാവും. ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. സത്യം സമാഗതമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാത്തിലിന് ഇനി പൂർണ്ണമായ അന്ധകാരം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ അടക്കി വാഴുക എന്നത് സാധ്യമല്ല എന്നതാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. അപ്പൊ എവിടെ ആരൊക്കെ എത്ര തന്നെ സംഘടനകൾ തിന്മയെ
പിന്തുണക്കാനോ അല്ലെങ്കിൽ ബാത്തിലിനെയും അതുപോലെ നാടുവാണുകൊണ്ടിരിക്കുന്ന മിഥ്യയുടെ ശക്തികളെയും രഹസ്യമായി അവർക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായ നയനിലപാടുകൾ എടുക്കുന്നുണ്ടെങ്കിലും, എത്ര തന്നെ അങ്ങനെയുള്ള വഴിവിട്ട പോക്ക് ആര് നടത്തുന്നുണ്ടെങ്കിലും സത്യം വെളിപ്പെടുന്നതിന് കാരണമാകുന്ന ചില അബദ്ധങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമോശമെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ആളുകളെ വില കുറച്ചൊക്കെ കാണുന്നുണ്ടാവും. സമൂഹം അവരെ ഇത്രയും വലിയ ബുദ്ധിശൂന്യത കാണിച്ചു എന്ന നിലക്കൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അത് അള്ളാന്റെ ഒരു ഇടപെടൽ കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. വെളിപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇരുട്ടങ്ങനെ അടക്കി വാഴാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യം തേടുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടെങ്കിലും അള്ളാഹു ആ സത്യം വെളിപ്പെടുത്തുന്ന ഒരു നടപടി സ്വീകരിക്കും. അത് ആരുടെയെങ്കിലും അത്ര കെയർലെസ് ആയതോ അല്ലെങ്കിൽ ആലോചന ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരു ഇടപെടൽ പോലും ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഖുൽ ജാ അൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്, സത്യം സമാഗതമായി കഴിഞ്ഞു, ഇനി ബാത്തിലിന് അടക്കി വാഴുക എന്നത് സാധ്യമല്ല എന്ന കാര്യം അവരോട് പറഞ്ഞേക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിടെ ആവശ്യപ്പെടുന്നത്. വമാ യുബ്ദിഉൽ ബാത്തിലു, ബാത്തിലിന് തുടക്കമിടാനോ അത് വമാ യുഈദു, അതിന് ആവർത്തിച്ചു കൊണ്ടിരിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ആശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഇവിടെ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്. അത് ബാത്തിലിന് അടക്കി വാഴുക, സത്യത്തിന്റെ സാന്നിധ്യം പോലും അറിയാൻ കഴിയാത്ത വിധത്തില് ബാത്തിൽ അങ്ങ് പൂർണ്ണമായിട്ട് കൈയടക്കി വെക്കുന്ന ഒരവസ്ഥ, അതിനി സാധ്യമല്ല. സത്യം ആരെങ്കിലുമൊക്കെ ആയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ സകല മനുഷ്യരും ഹാജരാക്കപ്പെടുമ്പോ ഞങ്ങൾ ഇതൊന്നും അറിയുമായിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അവർക്ക് അതിനുള്ള ഒരു അവസ്ഥ അള്ളാഹു ഇവിടെ നൽകുകയില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യത്തിനോട് പ്രതിബദ്ധത കാണിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് സത്യം എന്താണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും എന്നതുകൂടിയാണ് ഈ ആയത്ത് നൽകുന്ന സൂചന. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഫുൽ ഇൻ ലൊലൽതു, ഞാൻ ലലാലത്തിലായി പോയിട്ടുണ്ടെങ്കിൽ ഫൈന്നമാ അളില്ലു അലാ നഫ്സി, അതിന്റെ ദുരന്തം എനിക്ക് തന്നെയാണ്. ഞാന് ലലാലത്ത് സംഭവിച്ച ആള്, വഴി പഴച്ചു പോയ ഒരാളായി മാറുന്നുവെങ്കിൽ അത് ആർക്കാണ് അതിന്റെ ദ്രോഹം? അത് വേറെ ആർക്കെങ്കിലും അല്ല, അത് പ്രാഥമികമായിട്ട് തന്നെ എനിക്കാണ് അതിന്റെ ദ്രോഹം ഉണ്ടാവുന്നത്, അതിന്റെ നഷ്ടം, അത് വരുത്തി വെക്കുന്ന ദുരന്തം. ഫൈന്നമാ അളില്ലു അലാ നഫ്സി, ഞാൻ വഴിപിഴക്കുന്നത് എന്റെ തന്നെ എനിക്ക് തന്നെ നഷ്ടം വരുത്തുന്ന വിധത്തിലാണ്, എനിക്ക് തന്നെ ദ്രോഹം ഉണ്ടാകുന്ന വിധത്തിലാണ്. അപ്പൊ ഈ ആയത്ത് ഒരു പൊതു പ്രസ്താവനയായിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് ആയിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഞാൻ പഴച്ചു പോയെങ്കിൽ ആ പഴച്ചു പോയതിന്റെ ദ്രോഹം ആർക്കാണ്? അത് എനിക്ക് തന്നെയാണ്, അതിന്റെ നഷ്ടം എനിക്ക് തന്നെയാണ്. വൈനി ഹിത്തദയിത്തു, ഇനി ഞാൻ സന്മാർഗം പ്രാപിച്ചവനാണെങ്കിലോ ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, അത് കൃത്യമായിട്ടും എന്റെ റബ്ബ് എനിക്ക് വെളിപാട് തന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഞാൻ പിഴക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷെ ഹിദായത്തിലാവാൻ ഒരേ ഒരു സാധ്യതയുള്ളൂ. ഇതാണ് അള്ളാഹുവിടെ വ്യക്താക്കുന്നത്. അപ്പൊ നമുക്കുള്ള ഒരു മാനദണ്ഡം കൂടിയാണത്. പിഴവ് സംഭവിക്കാൻ ഒരുപാട് വഴികളുണ്ട്. മുടിയായിട്ടും പൊടിയായിട്ടും കുറൂസായിട്ടും ദർഗയായിട്ടും ഒക്കെ ഒരുപാട് പിഴവുകൾ കടന്നു വരാം. പക്ഷെ ഹക്ക് ഹിദായത്തായിട്ട് വരാൻ ഒരേ ഒരു സംഗതിയേ ഉള്ളൂ. അതെന്താ? അള്ളാഹുവിന്റെ വഹീനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത്. അപ്പൊ ഞാന് പിഴവ് പറ്റിയവനാകുന്നുവെങ്കിൽ അത് എനിക്ക് തന്നെ പിഴവ്, ആ പിഴവിന്റെ ദ്രോഹം എനിക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ആ ദുരന്തം എനിക്ക് തന്നെയാണ്, എന്നെ തന്നെയാണ് അത് ബാധിക്കുക. ഫൈന്നമാ അതില്ലു അലാ നഫ്സി, എന്നെ തന്നെ ദ്രോഹിക്കുന്ന വിധത്തിലാണ് ഞാൻ പിഴവിന്റെ ആളായി മാറുന്നത്. വൈനി ഹിത്തദയിത്തു, എന്നാൽ ഞാൻ സന്മാർഗിയായി മാറുന്നെങ്കിലോ, ഞാൻ ഹിദായത്ത് ലഭിച്ചവനായിക്കൊണ്ടാണ് നിലകൊള്ളുന്നതെങ്കിലോ ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അതെന്താണ്? എനിക്ക് ദിവ്യബോധനം ലഭിച്ചതാണ്. അപ്പൊ വഹീന്റെ അടിത്തറയിലാണ് ഞാൻ സന്മാർഗിയായിട്ടുള്ളത്. ലലാലത്തിനാവണേനോ അത്
കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ കൂടിയത്, കോൺഗ്രസിന്റെ കൂടെ കൂടിയത്, അല്ലെങ്കിൽ വേറെന്തിന്റെയും കൂടെ കൂടിയത് ഒക്കെ കാരണമാകാം. ഇനി വെറുതെ നാട്ടിലെ എല്ലാ തുള്ളിച്ചാട്ടങ്ങളുടെയും കൂടെ ഇങ്ങനെ കാഴ്ചക്കാരനായി നിന്നത്, നാട്ടിലെ സാംസ്കാരിക വേദികളുടെ അല്ലെങ്കിൽ കലാ വേദികളുടെ ഒക്കെ സംഘാടനത്തിൽ ഒന്ന് കൂടിക്കൊടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യൻ ലലാലത്തിന്റെ ആളുകളായി മാറാം. ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഹിദായത്തില് ആണ് എന്ന് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്താ? റബ്ബ് വെളിപാടിലൂടെ മാർഗദർശനം നൽകിയതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയ മാർഗദർശനം വഹി മുഖേനയുള്ള മാർഗദർശനമാണ്. ആ വഹീന്റെ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്ക് സന്മാർഗിയാവാൻ സാധ്യമേ അല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്താക്കുന്നത്. ദുർമാർഗിയാവാനോ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് കഥകള്, ഒരുപാട് വാതായനങ്ങൾ ദുർമാർഗത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതായിട്ട് ഇവിടെ തുറന്നു കിടക്കുന്നത് കാണാം. എന്നാൽ സന്മാർഗിയാവാനോ ഒരേ ഒരു വഴി പടച്ച തമ്പുരാൻ തരുന്ന മാർഗദർശനം സ്വീകരിക്കുക എന്നത് മാത്രമാണ്. അപ്പോ ആളുകൾക്ക് ഞാന് പിഴവിലാണോ ശരിയിലാണോ എന്നത് തീരുമാനിക്കാൻ വളരെ കൃത്യമായ ഒരു മാനദണ്ഡമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. വെളിപാടിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗദർശനാണോ നിങ്ങൾ പിന്തുടരുന്നത്? ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, അതാണ് ശരി, അത് മാത്രമേ സന്മാർഗമാവുള്ളൂ. ഇനി നിങ്ങൾ ഡീവിയേഷൻ എന്ന പേരിൽ പലരും പറയുന്ന ഒരു സംഗതി, അത് ഡീവിയേഷൻ ഒന്നും അല്ല, അത് വഴിവിടലല്ല, അത് അബദ്ധസഞ്ചാരമല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ മതി. വെളിപാടുമായിട്ട് ആ നിങ്ങൾ സ്വീകരിച്ച ആ നടപടി യോജിച്ചു പോവോ ഇല്ലേ? വെളിപാടുമായിട്ട്, ദൈവിക വെളിപാടിലൂടെ നൽകപ്പെട്ട മാർഗദർശനവുമായിട്ട് അത് യോജിച്ചു പോകാതെ സംഘർഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ സ്വീകരിക്കുന്ന വഴി തെറ്റായത് തന്നെയാണ്, ലലാലത്തിന്റെ തന്നെയാണ്. അപ്പോ ഞാൻ ലലാലത്ത് സംഭവിച്ചവനായി മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ലലാലത്താണ്. വൈനിഹ്തദയിത്തു, ഞാൻ സന്മാർഗിയായി മാറിയിട്ടുണ്ടെങ്കിൽ ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, അത് എനിക്ക് എന്റെ നാഥൻ വഹി നൽകിയതിന്റെ പേരിലാണ്. ദൈവികമായി നൽകപ്പെട്ട വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്ക് സന്മാർഗിയാവാൻ സാധ്യമല്ല. സന്മാർഗത്തിന്റെ അടിത്തറ അതാണ്, വെളിപാടിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള മാർഗദർശനാണ്. ബാക്കി മനുഷ്യന്റെ ഭാവന, ചിന്ത, കവിത, കല, അങ്ങനെയുള്ള പല സംഗതികളിലൂടെയും ആളുകൾക്ക് ലലാലത്തിന്റെ വഴിയിലേക്ക് നീങ്ങാൻ സാധിക്കും. അതേസമയത്ത് ഹിദായത്തിലേക്ക് നീങ്ങണമെങ്കിലോ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ദൈവിക വെളിപാടിന്റെ വഴിയാണ്. അപ്പൊ ഒരാള് തിന്മയിലാണോ ലലാലത്തിലാണോ എന്നൊക്കെ ഒരാൾക്ക് ആലോചിക്കാൻ ഒരു മാനദണ്ഡം ആവശ്യമുണ്ടല്ലോ. അത് എളുപ്പത്തിലുള്ള മാനദണ്ഡം അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വെളിപാടിലൂടെ നൽകിയിട്ടുള്ള മാർഗദർശനം ഉണ്ടല്ലോ, അതുമായിട്ട് ഈ പറയുന്ന കാര്യം സംഘർഷത്തിലാണോ എങ്കിൽ അത് ലലാലത്ത് തന്നെയാണ്. അല്ല അതുമായി യോജിച്ചു പോകുന്നതാണോ കുഴപ്പമില്ല, അത് ഹിദായത്തിന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത്. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എന്നിട്ട് എന്റെ റബ്ബ് ആരാണ് എന്ന് കൂടി പറയാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, എല്ലാം അവൻ കേൾക്കുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഈ സംഭാഷണവും ഈ ചർച്ചയും അതിനിടക്ക് നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ആശയം ആരെങ്കിലുമായിട്ട് പങ്കുവെക്കുന്നതും ഒക്കെ അവൻ അറിയുന്നുണ്ട്. മാത്രവുമല്ല അവൻ വളരെ സമീപസ്ഥനുമാണ്. നമുക്ക് കാണാൻ ഇപ്പൊ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, നമ്മുടെ നാഡിമിടിപ്പുകൾ പോലും അവൻ അറിയുന്നുണ്ട്. അവന് സമീഅാണ്, അതുപോലെ ഖരീബുമാണ് എന്നാണ്. വളരെ സമീപസ്ഥനാണ്, അകലെ എങ്ങോ ഏതോ ലോകത്തുള്ളവനല്ല. നമ്മുടെ നാഡിമിടിപ്പിന്റെ പൾസ് ബീറ്റിന്റെ ഗതി പോലും അറിയുന്ന അത്രയും സമീപസ്ഥനാണ് അള്ളാഹു. അതുപോലെ നമ്മൾ തമ്മിൽ നടക്കുന്ന സംഭാഷണം, അതിന്റെ എല്ലാ സൂക്ഷ്മ തലങ്ങളും വരെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് കേൾക്കുന്നവനുമാണ് എന്റെ റബ്ബ്. ഇതാണ് ഇവിടെ പറയുന്നത്. ജാ അൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. അപ്പൊ ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണല്ലോ, നമ്മൾ അതിനെ കുറിച്ച് വിശദമായിട്ട് ആ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വേറെ ഒരു സൂറത്തിൽ സമാനമായ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഇസ്രായില് നമ്മൾ പഠിച്ച ഭാഗമാണ്. അവിടെ വഖുൽ ജാ അൽ ഹഖു, പറയുക, ഇങ്ങനെ കൂടി പറയുക എന്ന്
പറഞ്ഞുകൊണ്ട് ജാ അൽ ഹഖു സത്യം സമാഗതമായിരിക്കുന്നു, വസഹഖൽ ബാത്തിലു ബാത്തില് കൂമ്പടഞ്ഞതായി, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഗാംഭീര്യവും അതിന്റെ പ്രസരിപ്പും നഷ്ടപ്പെട്ടതായി മാറിയിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ നിശ്ചയമായിട്ടും ബാത്തില് മിഥ്യ, നശിച്ചു പോകാൻ തന്നെയുള്ളതാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഇസ്രായിലെ 81-ാമത്തെ ആയത്ത്. ഇതിനോട് സമാനതയുള്ള ഒരു ആയത്താണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ള ഖുൽ ജാ അൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ് എന്നത്. ആശയപരമായിട്ട് വളരെയേറെ ചേർന്ന് നിൽക്കുന്ന പൊരുത്തം ഉള്ള രണ്ടായത്തുകളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം, അതായത് സത്യം സമാഗതമായിരിക്കുന്നു, ഇനി ബാത്തിലിന് നിറഞ്ഞാടാൻ, ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ നിറഞ്ഞാടാൻ ഒരു അവസരവും ഉണ്ടാവുകയില്ല. എവിടെ ബാത്തില് തലപൊക്കുന്നുണ്ടെങ്കിലും അവിടെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ നേരിടുന്ന വിധത്തില് ആരെങ്കിലുമൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കും. അതൊരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള വലിയ ജനസഞ്ചയങ്ങൾ പുറകെ ഉണ്ട്, അവരുടെ നേതാവാണ് എന്ന വിധത്തില് ഞെളിഞ്ഞു നടക്കുന്ന ആളുകളൊന്നും ആവണമെന്നില്ല. വളരെ ദുർബലയായ, ഇപ്പൊ നമ്മള് ഓർമ്മയില്ലേ, മുമ്പൊരു ക്യാമ്പസില് നിഖാബും പർദ്ദയൊക്കെ ധരിക്കുന്നതിനെതിരിൽ പ്രക്ഷോഭം ഉണ്ടായ ഘട്ടത്തില് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട്, ഉറക്കെ വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഹിജാബ് അണിഞ്ഞുകൊണ്ട് ക്യാമ്പസിലൂടെ നടന്നുപോയ ഒരു ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചിലപ്പോ അത് സംഭവിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമ്മൾ കാണുന്ന ഈ തലയെടുപ്പ് കാണിച്ച് ഇങ്ങനെ വിരാജിക്കുന്ന എന്റേതാണ്, എന്റെ സാമ്രാജ്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, ഞാനാണ് അതിന്റെ ഏറ്റവും വലിയ അവസാന വാക്ക് പറയേണ്ട മുഫ്തി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. ഇവരിന്നൊന്നും ആവില്ല യഥാർത്ഥത്തിൽ സത്യത്തിന് വേണ്ടി അസത്യത്തിനെതിരിലുള്ള ഈ ആക്രമണമോ അല്ലെങ്കിൽ ശബ്ദമുയർത്തലോ ഉണ്ടാവുക. അത് ഇതുപോലെയുള്ള നമ്മൾ ദുർബലരെന്ന് കരുതുന്ന പലരിൽ നിന്നും ഒക്കെ ആവാനാണ് പലപ്പോഴും സാധ്യതയുള്ളത്. അള്ളാഹു സത്യം ഇവിടെ സമാഗതമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാത്തിലിന് എക്കാലത്തേക്കും അങ്ങ് വാഴാം എന്ന നിലക്ക് നിറഞ്ഞാടുക സാധ്യമല്ല എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സൂചന. അല്ലാഹു അഅലം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.